ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം. വൽഗുസ്മിതാപാംഗവിസർഗവീക്ഷിതൈർമനോഹരന്തീം വനിതാം വ്രജൗകസാം അമംസതാം ഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഈ ശ്ലോകത്തിലും ആ ഒരു പൂതനയുടെ വർണ്ണന തന്നെയാണ്. നമുക്ക് നോക്കാം. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈർ മനോ. ഇതും കുറച്ചൊരു വലിയ പദം തന്നെയാണ്. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈഹി മനഃ. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈർ മനോ. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈ. വൽഗുസ്മിത എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ, സ്മിതം എന്നാൽ പുഞ്ചിരി, പുഞ്ചിരിയോടും അതേപോലെ വിസർഗവീക്ഷിതൈ സ്മിതാപാംഗ, അങ്ങനെ മനോഹരമായ പുഞ്ചിരിയോടുകൂടിയ അംഗങ്ങളോ എന്ന് പറഞ്ഞാൽ വളരെ ആ ചുണ്ടിലെ ചിരിക്ക് വളരെ അഴകുണ്ടായിരുന്നു. പിന്നെ വിസർഗവീക്ഷിതൈ, ആ കടക്കണ്ണുകൾ കൊണ്ടുള്ള ഒരു കടാക്ഷം, ആരെയും വശീകരിക്കുന്ന ആ ഒരു കടക്കണ്ണുകൊണ്ടുള്ള കടാക്ഷം, ചിരിക്കുമ്പോൾ ആ കണ്ണുകളിൽ കൂടി ചിരി പടരുന്നത് കാണാമായിരുന്നു. ആരെയും വശീകരിക്കുന്ന ചിരി. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഭഗവാന്റെ ചിരി നോക്കിയാൽ ആ കണ്ണുകളിലൂടെ പോലും ആ ചിരി പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാം. സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായി പറയാറുണ്ട് കണ്ണുകൾ കൊണ്ട് ചിരിക്കാനും, അല്ലെങ്കിൽ എന്താണോ വികാരം അത് കണ്ണുകളിലൂടെ പ്രകടിപ്പിക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായി പറയാറുണ്ട്. ചിരിക്കുമ്പോൾ ആ ചിരി കണ്ണുകളിൽ വരണം. അതേപോലെ കോപം വന്നാലും ആ മുഖഭാവത്തിൽ മാത്രമല്ല കണ്ണുകളിൽ ആ ഭാവം ഉണ്ടാകണം എന്നിങ്ങനെയൊക്കെ കവികൾ പറയാറുണ്ട്, സൗന്ദര്യത്തെ വർണ്ണിക്കുന്നവർ പറയാറുണ്ട്. ഇവിടെയാകട്ടെ ഈ പൂതന വരുന്നത് തൻ്റെ ചുണ്ടുകളിലൂടെ പുറപ്പെടുവിക്കുന്ന ആ ചിരി, ആ കടക്കണ്ണുകളിലൂടെ പോലും ആ വശീകരണ ശക്തിയുള്ള ചിരി അങ്ങനെ തൻ്റെ ചുറ്റിനുമുള്ളവരിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് ഇതാ വരുന്നത്. പിന്നെയോ മനഃ, മനസ്സിനെ ഹരന്തീം അപഹരിച്ചുകൊണ്ടും, ആ മനോഹരമായ പുഞ്ചിരി കൊണ്ടും കടക്കണ്ണിലെ ചിരി കൊണ്ടും, കടക്കണ്ണുകൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ളവരുടെ മനസ്സിനെ അപഹരിച്ചുകൊണ്ടും വനിതാം വ്രജൗകസാം. വനിതാം, വനിതാം എന്നാൽ സുന്ദരിയായ സ്ത്രീയെ, ഇങ്ങനെ വരുന്ന ആ ഒരു സുന്ദരിയായ സ്ത്രീയെ, ഇവിടെ വനിത എന്നതുകൊണ്ട് സ്ത്രീ എന്നത് വെറും ഒരു സ്ത്രീയല്ല, ആ സുന്ദരിയായ സ്ത്രീയെ, ആരാ? ആ പൂതനയെ, വ്രജൗകസാം ആ ഗോകുലവാസികളുടെ, അമംസതാംഭോജകരേണ രൂപിണീം. അപ്പോൾ ഇങ്ങനെ ആ ഗോകുലവാസികളുടെയൊക്കെ മനസ്സിനെ ഹരിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ സുന്ദരിയായ സ്ത്രീയെ അമംസത അംഭോജകരേണ, അമംസത അംഭോജകരേണ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അമംസതാംഭോജകരേണ. അമംസത, അമംസത എന്നാൽ വിചാരിച്ചു. ആ ഗോപസ്ത്രീകൾ അല്ലെങ്കിൽ ആ ഗോകുലവാസികൾ ഇങ്ങനെ വിചാരിച്ചു ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ. എങ്ങനെ? അംഭോജകരേണ, അംഭോജം എന്നാൽ താമരപ്പൂവ്, കരേണ കൈകളിൽ. അപ്പോൾ താമരപ്പൂവ് കൈകളിലേന്തിക്കൊണ്ട് രൂപിണീം രൂപം ധരിച്ച ഗോപ്യഃ ആ ഗോപികമാർ ഇങ്ങനെ വിചാരിച്ചു. എന്താ? താമരപ്പൂവ് കയ്യിലേന്തിക്കൊണ്ട് വരുന്ന ശ്രിയം ലക്ഷ്മീ ദേവിയെ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മീ ദേവിയെ പോലെയാണ് ഇപ്പോൾ പൂതനയെ കണ്ടാലിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഗോപികമാരൊക്കെ ഇങ്ങനെ വിചാരിച്ചു, താമരപ്പൂവ് കയ്യിലേന്തിക്കൊണ്ട് ഒരു സുന്ദരിയുടെ രൂപം ധരിച്ചു വരുന്ന ഗോപ്യഃ ഗോപസ്ത്രീകൾ
ശ്രിയം ലക്ഷ്മീദേവിയെ ദ്രഷ്ടുമിവാഗതാമ്പതിം, ലക്ഷ്മീദേവിയെ തന്നെയാണോ രൂപം ധരിച്ചു വന്നിരിക്കുകയാണോ? എന്തിനായിക്കൊണ്ട്? ദ്രഷ്ടുമിവാഗതാം, ദ്രഷ്ടും ഇവ ആഗതാം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ദ്രഷ്ടുമിവാഗതാം. ദ്രഷ്ടും എന്ന് പറഞ്ഞാൽ കാണാൻ, ദർശിക്കാനായിക്കൊണ്ട്, ഇവ എന്നാൽ പോലെ, ആഗതാം വന്നിരിക്കുന്നത് പോലെ. എന്തിനാ? ആരെ ദർശിക്കുവാൻ? പതിയെ, തൻ്റെ ഭർത്താവിനെ, തൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ണിയായി പിറന്നിരിക്കുന്നു, ആ ഉണ്ണിയെ ദർശിക്കുവാനായിക്കൊണ്ട്, തൻ്റെ പതിയെ ദർശിക്കുവാനായിക്കൊണ്ട് സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ ഇങ്ങനെ ഒരു സുന്ദരീ രൂപം പൂണ്ട് കയ്യിൽ താമരയും ഏന്തിക്കൊണ്ട് വന്നിരിക്കുകയാണോ എന്ന് ആ ഗോപസ്ത്രീകൾ ഒരു നിമിഷം ശങ്കിച്ചു. അത്രമാത്രം സൗന്ദര്യമുള്ള സുന്ദരീഭാവം ധരിച്ചുകൊണ്ട് തൻ്റെ കടക്കണ്ണുകൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ള സർവ്വ ഗോപസ്ത്രീകളെയും ഗോപന്മാരെയും ഒക്കെ ആ ഗോകുലത്തെ ഒന്നാകെ തന്നെ വിലക്കെടുത്തുകൊണ്ട് ചുണ്ടിലെ മന്ദഹാസം പൊഴിക്കുന്ന ആ സൗന്ദര്യം നിറഞ്ഞ മുഖം, ആ സുന്ദരീഭാവം തൻ്റെ ചുറ്റിനുമുള്ളവരെ ഒന്നും തൻ്റെ സൗന്ദര്യത്തിന് അതീതമായി മറ്റൊന്നും ചിന്തിക്കാൻ വിടാതെ ആ സൗന്ദര്യത്തിൽ മയക്കി മതിമറന്ന് നിൽക്കുന്നവരാക്കിക്കൊണ്ട് ആ സുന്ദരി ആ പൂതന ഗോകുലത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ അല്ലെങ്കിൽ ആ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് അങ്ങനെ ഒന്ന് ഇളക്കിയാടിക്കൊണ്ട്, ഒന്ന് നാണം കുണുങ്ങിക്കൊണ്ട് പോവുകയാണ്. തൻ്റെ പതിയെ കാണാൻ സാക്ഷാൽ ലക്ഷ്മി ദേവി സുന്ദരീഭാവം പൂണ്ട് വന്നിരിക്കുകയാണോ എന്ന് തോന്നുമാറ് ആ ഗോപസ്ത്രീകളെയൊക്കെ ഒന്ന് സംശയത്തിൽ നിർത്തിക്കൊണ്ട്, കാരണം ഇതുവരെ അവർ കണ്ടിട്ടില്ല ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് തോന്നിയത് അങ്ങനെയാണ്. ആ ഒരു ആശയക്കുഴപ്പത്തിൽ മനസ്സിനെ അങ്ങനെ തൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിൽക്കുന്നവരാക്കിക്കൊണ്ടും കഴിഞ്ഞില്ല. ഈ ഒരു ചിന്തയിൽ അവരങ്ങനെ മുഴുകി നിൽക്കുന്ന സമയം കൊണ്ട് എന്താണോ തൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരണം. അതിനായിക്കൊണ്ട് ആ പൂതനെ അങ്ങനെ നടന്നു നീങ്ങുകയാണ്. വശീകരിക്കുന്ന പദചലനങ്ങളോടുകൂടി നടന്നു നീങ്ങുക. എന്തിനാ? ഇവിടെ ലക്ഷ്മി ദേവി പതിയെ കാണാൻ വന്നുവെങ്കിൽ പൂതനയും വന്നിരിക്കുന്നത് തൻ്റെ പതിയെ കാണാനാണ്. നമ്മൾ രുക്മിണി സ്വയംവരത്തിൽ രുക്മിണി ദേവി ആദ്യം ബ്രാഹ്മണൻ്റെ കയ്യിൽ ഒരു സന്ദേശം കൊടുത്തയക്കുമ്പോൾ ആ സന്ദേശത്തിൽ രുക്മിണി ദേവി ഭഗവാനെ വിളിക്കുന്നത് ജഗദേകപതേ, ഈ ജഗത്തിനു മുഴുവൻ ഏകപതിയായിട്ടുള്ളവനെ. പതി എന്നാൽ ഏത് സാഹചര്യത്തിലും സംരക്ഷിക്കുന്നവനാണ് പതി. ഇവിടെ അന്ന് രുക്മിണി ദേവി പറഞ്ഞു, ജഗത്തിന് മുഴുവൻ തന്നെ ഒരേ ഒരു പതിയേ ഉള്ളൂ ഭഗവാനെ, അങ്ങു മാത്രമാണ് ഈ ജഗത്തിനെ തന്നെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ ജഗത്വാസികളായിട്ടുള്ള നമുക്കും പതിയായിട്ടുള്ളത് ആ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാന് വേണ്ടിയിട്ടാണ് അന്ന് രുക്മിണി ദേവി സന്ദേശം കൊടുത്തയച്ചത്. ഇവിടെ പൂതനയും എത്തിയത് തൻ്റെ പതിയെ കാണാനാണ്. ഈ ലോകത്തിൻ്റെ തന്നെ ഏകപതിയായിരിക്കുന്ന ആ പതിയെ കാണാൻ. കാരണം തനിക്ക് രക്ഷ അവിടെ മാത്രമേ ഉള്ളൂ. തന്നെ സംരക്ഷിക്കാൻ, തന്നെ ഈ ഒരു താനിപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദുർമാർഗത്തിൽ നിന്നും തന്നെ കരകയറ്റണമെങ്കിൽ ആ പതിക്ക് മാത്രമേ കഴിയൂ, ആ ഭഗവാന് മാത്രമേ കഴിയൂ. ഇവിടെ പൂതനയും അതുകൊണ്ട് പതിയെ കാണാൻ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ആ പതി തന്നെ സമീപിക്കുന്ന ഓരോരുത്തരും ഏതേത് ഭാവത്തിലാണോ തന്നെ സമീപിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ സംരക്ഷണമരുതുന്നു. അതിനനുസൃതമായ ഭാവത്തിൽ തന്നെ സംരക്ഷണമേകുന്നു. നമുക്കറിയാം, അർജുനന് ഭഗവാൻ സുഹൃത്തായി നിന്നുകൊണ്ട് സംരക്ഷിച്ചു. കുചേലന് സ്വാമിയായി ഭഗവാൻ. ഇവിടെ പൂതനയ്ക്ക്
തൻ്റെ മകൻ്റെ ഭാവം പൂതന അമ്മയായി വന്നുവെങ്കിൽ ഉണ്ണിയായിരുന്നു കൊണ്ട് സംരക്ഷിച്ചു. ഉണ്ണിയുടെ ഭാവത്തിൽ, മകൻ്റെ ഭാവത്തിലിരുന്നു കൊണ്ട് സംരക്ഷിക്കുന്നു. നമുക്കിനിയും കാണാം ആ ലീലയൊക്കെ. ഇങ്ങനെ ഭഗവാനെ ഏതേത് ഭാവത്തിലാണോ ഈ ജഗത്തിലെ ഓരോ സൃഷ്ടിയും ആശ്രയിക്കുന്നത്, അതാത് ഭാവത്തിലാണ് ഭഗവാൻ അവർക്ക് സംരക്ഷണം നൽകുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ തേടിയാണ് പൂതന ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ ആ തൻ്റെ ചുറ്റിനുമുള്ള ആ ഗോകുലവാസികളെയൊക്കെ തൻ്റെ സൗന്ദര്യം കൊണ്ട് അവരെയൊക്കെ ആ സൗന്ദര്യത്തിൻ്റെ മായയിൽ പെടുത്തിക്കൊണ്ട് പൂതന അങ്ങനെ നടന്നു നീങ്ങി. അവർക്കാർക്കും ഒരു സന്ദേഹവും തോന്നിയില്ല. അവർ സന്ദേഹിച്ചത് മൊത്തം ഇത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്ര കാലവും കഴിഞ്ഞ ഏകദേശം 6 ദിവസമായിട്ട് തങ്ങളൊക്കെ യാതൊരു ചൈതന്യത്തിൻ്റെ, യാതൊരു ഉണ്ണിയുടെ പ്രഭാവത്തിൽ മതിമറന്നു നിന്നിരുന്നു. ഇപ്പോൾ അതുപോലും അവരൊരു നിമിഷം മറന്നുപോയിരിക്കുന്നു. തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അറിയാതെ അവർ മതിമറന്ന് നിന്നുപോയി. ആ ഗോകുലവാസികൾ ഒന്നാകെ, അത് സ്ത്രീയെന്നില്ല പുരുഷനെന്നില്ല, ഗോപന്മാരും ഗോപികളുമൊക്കെ ആ കടക്കണ്ണിൻ്റെ വശ്യതയിൽ മതിമറന്നിരിക്കുന്നു. അങ്ങനെ മതിമറന്ന് നിന്നതുകൊണ്ട് തന്നെ പൂതനയ്ക്ക് തൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന്, അഥവാ ആ നന്ദഗോപരുടെ ഗൃഹം ലക്ഷ്യമാക്കി നീങ്ങുന്നതിന് തടസ്സങ്ങളൊന്നും നേരിടേണ്ടി വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ വ്യാസഭഗവാൻ അതിനെ വർണ്ണിച്ചു പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്ക് തോന്നാം, ആ ഉണ്ണിയെ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഗോകുലവാസികൾ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഉണ്ണിയുടെ അടുത്തെത്താൻ വിട്ടത്? തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഉണ്ണിയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തങ്ങളുടെ ലോകം മുഴുവൻ ആ ഉണ്ണിയുടെ ലോകമായിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ അങ്ങനെ തടയാതെ അവർ കയറ്റിവിട്ടത്, ഉണ്ണിയുടെ സമീപം എത്താൻ അനുവാദം കൊടുത്തത് എന്നുള്ളതിനൊരു ഉത്തരമായിട്ടാണ് ഇവിടെ ഇത്രയേറെ വർണ്ണന വ്യാസഭഗവാൻ നടത്തിയിരിക്കുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈർമനോഹരന്തീം വനിതാം വ്രജൗകസാം അമം സദാം ഭോജകരേണ രൂപിണീം ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. നമുക്ക് അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരു വരിയും രണ്ടാമത്തെ വരിയുടെ ആദ്യത്തെ വാക്കും കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈർമനോ, അവിടം വരെയും ചേർത്ത് തന്നെ വായിക്കുക. അടുത്തത് അമംസദാംഭോജകരേണ, മൂന്നാമത്തെ വരിയിൽ അത് അംഭോജ ആണ്. അതുകൊണ്ട് അമംസദാംഭോജകരേണ, ആ ഒരു അകാരം അവിടെയൊന്ന് കൊടുത്തു വായിക്കുക. അടുത്തതിവിടെ ഗോപ്യ, നാലാമത്തെ വരിയിൽ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരം കൊടുത്തു വായിക്കുക. പിന്നെ ദ്രഷ്ടുമിവ ആഗതാം പതിം, ആഗതാമാണ് അകാരം, ഒന്ന് എടുത്തു പറയുക. ദ്രഷ്ടുമിവാഗതാം പതിം. ഇനിയും ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നമുക്കൊന്ന് നോക്കാം. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈഃ വ്രജൗകസാം മനഃ ഹരന്തീം താം വനിതാം അംഭോജകരേണ പതിം ദ്രഷ്ടും ആഗതാം രൂപിണീം ശ്രിയം ഇവ ഗോപ്യഃ അമംസത. ഒന്നുകൂടി പറയാം. വൽഗുസ്മിതാപാംഗ വിസർഗ വീക്ഷിതൈഃ വ്രജൗകസാം മനഃ ഹരന്തീം താം വനിതാം അംഭോജകരേണ പതിം ദ്രഷ്ടും ആഗതാം രൂപിണീം ശ്രിയം ഇവ
ഗോപ്യഃ അമംസത. ഈ രണ്ടു ശ്ലോകങ്ങളെ കൊണ്ട് ആ പൂതനയുടെ വരവിൻ്റെ ഭംഗി, പൂതനയുടെ ശരീരകാന്തി, ആ നാണം കുണുങ്ങിയുള്ള ആ നടപ്പിൻ്റെ താളം, ഇതെല്ലാം നമുക്കൊന്ന് വരച്ചു കാണിച്ചു തരികയായിരുന്നു വാക്കുകളിലൂടെ വ്യാസഭഗവാൻ. അടുത്ത ശ്ലോകത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്ന പൂതനയാണ് നമ്മൾ കാണുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഹരേ കൃഷ്ണ.